യേശു ജനിച്ചപ്പോൾ when Jesus was born, മൂന്ന് വിദ്വാൻമാർ വന്നു. there were wise men who came. അവർ വന്ന് ചോദിച്ചു, and they came and asked, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? Their question was, where is the king of the Jews born? ഈ ലോകത്തിൽ ഒത്തിരി രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്. There are many kings that were born in this world. Alexander the Great, Akbar, Louis പതിനാറാമൻ, ഒത്തിരി famous രാജാക്കന്മാർ. So many kings were born. പക്ഷേ അവരാരും ജനിച്ചത്, but all of their births were natural. അവരാരും ജനിച്ചത് രാജാക്കന്മാരായിട്ടല്ല. No one was born as a king. ചരിത്രത്തിൽ ഒരേ ഒരാൾ മാത്രം രാജാവായി പിറന്നു. There is only one person who was born as king, and that is Jesus. രാജാക്കന്മാരുടെ രാജാവ്. Jesus is king of all kings. ഇന്ന് പകലിൽ നിന്റെ ഭാവിയെ നിയന്ത്രിക്കാൻ, നിന്റെ കുടുംബത്തെ നിയന്ത്രിക്കാൻ, നിന്റെ തലമുറകൾക്ക് വേണ്ടി വഴികൾ വാതിലുകൾ വെട്ടി തുറക്കാൻ ഇന്ന് പകൽ അവൻ അധികാരമുള്ള രാജാവായി ഇതിനകത്തിറങ്ങി. Jesus is a king who has all authority to establish and open the doors to your destiny. അടികൊണ്ട് ശരീരമെല്ലാം രക്തമൊഴിച്ച് വസ്ത്രമെല്ലാം മാറ്റപ്പെട്ട് കെട്ടപ്പെട്ടവനായ യേശു പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. Jesus was standing as beaten and standing before Pilate. പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? So Pilate asked Jesus, are you the king of the Jews? അതുവരെ യേശു ഒന്നും മിണ്ടിയില്ലായിരുന്നു. Jesus was silent up until then. പെട്ടെന്ന് തലയൊന്ന് ഉയർത്തി Jesus lifted up his head, അവനെ നോക്കിയിട്ട് പറഞ്ഞു, and looked at Pilate and said, അതെ ഞാൻ ആകുന്നു. and he said, I am the king of the Jews. ഇന്ന് പകൽ ഞാൻ ഇവിടെ ഉയർത്തുന്ന അധികാരമുള്ള ഒരു രാജാവിനെയാണ്. I am lifting up the name of that king Jesus. തന്റെ ഇടമുള്ള ഒരു രാജാവിനെയാണ്. And that bold king of the Jews. യേശു രാജാവായിരുന്നു. Jesus was king when he was born. Yes, അവൻ ജനിച്ചപ്പോഴേ രാജാവായിരുന്നു. When he was born a king. യേശു രാജാവായിരുന്നു. He was king. അവൻ ജീവിച്ചത് രാജാവായിട്ട്. He lived like a king. ഈ രാജാവിന്റെ പ്രത്യേകത, this Jesus who is king, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, if you sit here and pray, നിന്റെ വിഷയം കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ തിരുവല്ലയിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ജമ്മു കാശ്മീരിലോ ഒറീസയിലോ ഏതു ദേശത്താണെങ്കിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ അവ ദൈവത്തിന് കഴിയും. This Jesus has a jurisdiction over all the universe. Whatever you pray, in whichever place you cry out, he can send an immediate reply. Hey, I like that word. Immediate reply. He can send you an immediate reply. അവൻ ഏത് രാജാവായിരുന്നെന്ന് അറിയാമോ? Do you know whose king he was? അടിയും പിടിയും ഉണ്ടാക്കി സമയം കളയുന്നവനല്ല. He was not a king who was involved in physical fights. തന്റെ ജനത്തിനെതിരെ നിൽക്കുന്ന പ്രകൃതി ശക്തികളെ അവൻ നിർത്തലാക്കും. He could control over the nature. തന്റെ ജനത്തെ അമർച്ച ചെയ്യുന്ന പൈശാചിക ബന്ധനങ്ങളെ അവൻ അഴിക്കും. He stripped the arms of the oppressor, the devil who was oppressing his people. തന്റെ ജനത്തെ ഭരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ വേരോടെ പിഴുതെറിയും. He is able to uproot the roots of sin from the lives of his people. സകല മാനവരാശിയെ ഭയപ്പെടുത്തിയ മരണത്തിന്റെ ആണിക്കല്ലിനെ പിഴുതെറിഞ്ഞ് മരണശക്തിയെ കാൽ കീഴിൽ മതിച്ച് അവൻ മരണത്തെ ജയിച്ച മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. Oh, Jesus he is king of kings. Yes, he has broken the power of death and he has risen from the dead and he is king over all.